ഇവിടെ വചനപ്രഘോഷണവും ദൈവത്തിൻ്റെ വചനമാണ്, മനുഷ്യൻ്റെ വചനമല്ല. ദൈവവചനം ദൈവത്തിന് തുല്യമാണ്. കാരണം എന്താണ്? യോഹന്നാൻ്റെ 1:1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം ഈ ബൈബിളിലെ വചനം അനന്ത ശക്തി വചനമാണ്. ആ വചനം ദൈവമാണ്. വേറൊരു വചനമുണ്ട്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതാരാണ്? ഈശോ, പുത്രൻ തമ്പുരാൻ. അപ്പം വചനം പിതാവായ ദൈവമാണ്, വചനം പുത്രനായ ദൈവമാണ്, വചനം ഈശോയാണ്. ഈശോ പറഞ്ഞു യോഹന്നാൻ 6:63, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവാണ്. വചനം പ്രസംഗിക്കുമ്പോൾ ആത്മാവ് ഇറങ്ങി വരും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ശരീരത്തിനും രോഗശാന്തി, മനസ്സിനും ദുഃഖശാന്തി, ഭയം വിട്ടുപോകുന്നു. പിന്നെ എന്താണ്? ആത്മാവിലെ പാപവാസനകൾ വിട്ടുപോകുന്നു. പാപത്തോട് അറപ്പ്, പാപത്തിൽ നിന്ന് ഓടി അകലാനുള്ള ഒരു തീരുമാനം കിട്ടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കല് നാഗാലാൻഡിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ഇപ്രകാരം പറഞ്ഞു. അവര് ഗുഡ്നസ് ടിവിയുടെ ചാനലിൽ നാഗാലാൻഡിലിരുന്ന് കേൾക്കുകയാണ്. വചനം കേൾക്കുന്ന ഒരാൾക്ക് തലവേദന സുഖപ്പെടുന്നു പറഞ്ഞു. അവർ വിചാരിച്ചു എനിക്കായിരിക്കുന്നു. അങ്ങനെയായിരുന്നു. അവർ വിചാരിച്ചു അവർക്കായിരിക്കുന്നു. വേറൊരാൾ വിചാരിക്കുന്നു എനിക്കായിരിക്കുന്നു. അപ്പം ഒരു 10 പേര് വിചാരിക്കുന്നു 10 പേർക്കും കിട്ടുന്നു. 1000 പേര് വിചാരിക്കുന്നു 1000 പേർക്കും കിട്ടുന്നു. കാരണം ദൈവത്തിൻ്റെ ശക്തിക്കോ സ്നേഹത്തിനോ കരുണയ്ക്കോ നന്മയ്ക്കോ അളവില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെ ആദ്യജാതരായിട്ടെന്നോണം തിരഞ്ഞെടുത്തതാണ്. നമ്മുടെ പുറകെ ഇനി ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ 1000-ങ്ങൾക്കും 10,000-ങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങള് ഇതുവരെ വരാത്തവർക്ക് എപ്പോഴെങ്കിലും കണ്ടു തുറക്കും. അകന്ന് നിൽക്കുന്നവരെ ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കും. സംഭവിക്കാതിരിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് ഈ തലമുറയുടെ പ്രേക്ഷിതരും വചനപ്രഘോഷകരും അപ്പസ്തോല തുല്യമായ അഭിഷേകം പ്രാപിക്കുന്ന നേതൃത്വ ശുശ്രൂഷകരുമായി നമ്മളിൽ അനേകം പേരെ ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന 1000-ങ്ങളിലേക്കും 10,000-ങ്ങളിലേക്കും കടന്നു ചെല്ലും. കാരണം യേശുവിൻ്റെ നാമത്തിൻ്റെ അനന്ത യോഗ്യതയിൽ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അനേക 1000-ങ്ങൾക്ക് വേണ്ടി, അനേക ലക്ഷങ്ങൾക്ക് വേണ്ടി, ഇനിയും കോടാനുകോടികളിലേക്ക് കർത്താവിൻ്റെ കൃപ വാരിക്കോരി ചൊരിയുന്ന കാലം നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ശുശ്രൂഷ സുസ്ഥിരമായി നിലനിൽക്കാനും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും സാക്ഷ്യങ്ങളും വചനങ്ങളും ഒരാൾക്ക് കിട്ടിയത് മറ്റുള്ളവരിലേക്ക് പകരാനുമാണ് യൂട്യൂബ് ചാനൽ DFM, ഡിവൈൻ ഫെലോഷിപ്പ് മുരിങ്ങോ ഈ കൂട്ടായ്മ ചാനലിലൂടെ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും കൈകൾ ഉയർത്തി ആ പുതിയ യൂട്യൂബ് ചാനലിനെ 1000 മടങ്ങായി, 10,000 മടങ്ങായി, അനേക ലക്ഷം മടങ്ങായി, കോടാനുകോടി മടങ്ങായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അത് കാണാനും നോക്കാനും കേൾക്കാനും അതിലൂടെ വചനം പഠിക്കാനും അതിലൂടെ ആത്മാഭിഷേകം പ്രാപിക്കാനും അതിലൂടെ പ്രേക്ഷിതരായി തീരുവാനും ഈ ചാനൽ ഒരു വലിയ ഉപകരണമാകട്ടെ എന്നും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഡിവൈൻ കൂട്ടായ്മയ്ക്ക് വർഷങ്ങളായിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന തീഷ്ണമതികളായ ശുശ്രൂഷകർ അനേകം പേരുണ്ട്. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഡിവൈൻ യൂട്യൂബ് ചാനൽ കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് തൽക്ഷണം രോഗശാന്തിയും അത്ഭുതങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കല് ഗുഡ്നസ് ടിവിയിലൂടെ ഒരു രോഗസൗഖ്യ സന്ദേശം ഇപ്രകാരം അറിയിച്ചു. വീട്ടിൽ തളർന്നു കിടക്കുന്ന ഒരു കുട്ടിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അപ്പോൾ ഒരു വീട്ടിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഇത് കേട്ടു. അവൻ ഉടനെ ഓടി അടുത്ത വീട്ടിലേക്ക് വന്നു.
അടുത്ത വീട്ടിൽ ഒരു കുട്ടി തളർന്നു കിടപ്പുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു, എടാ നിന്റെ കാര്യമാണ്, എഴുന്നേക്കടാന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു, അവൻ്റെ തളർവാദം സുഖപ്പെട്ടു. ഇതെല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ അനന്ത സ്നേഹവും അനന്ത നന്മയും അനന്ത കരുണയും നമ്മളെ എല്ലാം നിത്യകാല സ്വർഗ സൗഭാഗ്യത്തിന് ഒരുക്കാനുള്ള ഒരുക്ക ശുശ്രൂഷയും എല്ലാമാണ്. നല്ലവനായ ദൈവം ഈ സംരംഭത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് കൈ ഉയർത്തി ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം.